പ്രേമിച്ചിട്ടുള്ള ഒരുത്തനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉത്സവം തീരുന്നതിന് മുമ്പ് ഈ പ്രശ്നം തീർക്കാനാണ് മൂർത്തി സാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പത്മേടത്ത് ഈ കാര്യം ആഗ്രഹിച്ചതുപോലും ഒരൊറ്റയാളും അറിയില്ല. പത്മേടത്തേക്ക് ശല്യമായി ഒരുത്തി അവളുടെ നാട്ടിലെ ഏതെങ്കിലും നടക്കല്ലിൽ തലയടിച്ച് സ്വയം ചത്തു. അങ്ങനെ വരൂ. കാർത്തികേയ, പ്രതിസന്ധികളുടെ മുന്നിൽ നിന്നും അവൾ പല വട്ടം രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും അങ്ങനെ ഒന്നായി പോരുത്. ഇതങ്ങനെ സംഭവിക്കില്ല. ഏട്ടത്തിക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ, നമുക്കാർക്കും പങ്കില്ലാത്ത രീതിയിൽ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഏട്ടത്തി അവളുടെ മരണവാർത്ത കേൾക്കാൻ ഒരുങ്ങിയിരുന്നാ മതി. നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്നെ അറിയിക്കണം. ശരി ഏട്ടത്തി. ഏട്ടത്തി ഫോൺ വെച്ചോ. അതെ, പറയിടുന്നത് ആരുടെ പേരില്ല? മോന്റെ പേരില്ല. മോനെ എന്താ സർ? സത്യം പറഞ്ഞ എന്റെ അമ്മയോട് എനിക്ക് താങ്ക്സ് പറയാൻ തോന്നുന്നു. അതെന്താ? അമ്മ തന്റെ യാത്ര മുടക്കിയില്ലായിരുന്നെങ്കിലേ താൻ തനിച്ചല്ലേ വരുള്ളായിരുന്നു. എനിക്കിതൊക്കെ മിസ് ചെയ്യായിരുന്നില്ലേ? ഓൾ താങ്ക്സ് ടു മൈ മോം. ചേട്ടാ, വീഡിയോ ഫുൾ എടുത്തിട്ടുണ്ട്. ആ നോട്ടെ. ഇവര് പറഞ്ഞ കറക്റ്റ് ആണല്ലോടാ. നല്ല ക്യാമറമാനാ. താങ്ക്സ് ചേട്ടാ. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ ഉത്സവത്തിന്റെ ഫുൾ വീഡിയോ വേണം. ഞാൻ കാവലിൽ വരാം, നീ വരണം. നിന്റെ കയ്യിൽ ഞാൻ ഫോൺ തരാം, നീ ഫുൾ ഒന്ന് കവർ ചെയ്തേക്കണം. ഓക്കെ ഏട്ടാ. നന്ദിനേച്ചി, ഞാൻ പോവാണേ. മുത്തശ്ശി, ഇപ്പൊ എന്റെ പേരിലുള്ള ദോഷങ്ങളൊക്കെ തീർന്നോ? മോന്റെ പേരിൽ ഒരു ദോഷവും ഇല്ല. മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ മോനൊരു പാവാണെന്ന്? ചേച്ചി, ചേട്ടൻ മുത്തശ്ശിയുടെ കയ്യിലായി. ഇതെന്താ സംഭവം? ഇത് ചെമ്പരത്തിക്കാവിലെ ദേവിക്ക് നേദിച്ച പ്രസാദ. നമുക്ക് കഴിക്കാനുള്ളതാ. കഴിച്ചോ. നോക്കിക്കേ. എന്താ സാറി കാണിക്കുന്നത്?
ഇതങ്ങനെ നല്ല കഴിക്കുക. പിന്നെ ദാ. ഇങ്ങനെ തൊലി കടിച്ച് കളയണം. ഇങ്ങനെ കഴിക്കേണ്ടത്. ഓ ആ തൊലി എടുത്തിട്ട് കൊടുക്കടി. ഞാൻ കത്തി കൊണ്ട് എടുത്തു കൊടുക്കാം. ഇതാ സർ, അത് ഞാൻ കടിച്ചതാ. ഏയ് അത് കുഴപ്പമില്ല. കൊള്ളാം. മുട്ടൻ പ്രേമാണല്ലോ രണ്ടാളും കൂടി. പൂടി ഇടുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ മോനെ ഒരു കെട്ട് കരിമ്പ വാങ്ങിച്ചോണ്ട് വരിക. നേരം വെളുക്കുന്നത് മുതൽ വൈകുന്നേരം വരെ കഴിപ്പോട് കഴിപ്പ് തന്നെ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വയറ്റി പിടിക്കില്ലമ്മേ. അതെ, അവര് കിടപ്പിലായി പോവും. ആരൊക്കെ ഇത്? വാ കേറി വാ. ആഹാ. അമ്മേ, ആരൊക്കെയാ ഇത്? ആ സുഖാണോ മോളെ? ഹലോ പ്രശാന്ത്. ഞാൻ കരുതിയത് ആ നാട്ടിലില്ലെന്ന്. നിങ്ങൾ തമ്മിൽ ഇത്ര പരിചയമാണോ? പിന്നെ ഞാനല്ലേ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത്. അതിന് നീ കല്യാണത്തിന് പോയോ? പ്രശാന്ത് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഇവന്റ് മാനേജ്മെന്റുകാരുടെ കൂടെ. ഇതാ മോളെ, ഇത് സൂര്യക്ക്. അല്ല ഇതെന്താ ഇങ്ങനെ ഒരു ചടങ്ങ്? മോൻ ആദ്യമായിട്ട് ഭാര്യ വീട്ടിലേക്ക് വന്നതല്ലേ, ആ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുണ്ട്. ഓ